ഹായ്, നമ്മളിപ്പോൾ മുതുമല ഇക്കോ ടൂറിസ്റ്റ് ഓഫീസിലാണ്. ഇവിടെ നമ്മുടെ റൂമിൻ്റെ ബുക്കിംഗ് ഡീറ്റെയിൽസ് കാണിച്ച് നേരെ മസിനഗുഡിക്കാണ് ഇനി. ഓഫീസിന് നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്കുള്ള റോഡാണ് മസിനഗുഡി വഴി ഊട്ടി. ഒരു പോസിറ്റീവ് വൈബാണ് ഇതിലൂടെ യാത്ര ചെയ്യുമ്പോൾ. നമ്മൾ ഈ യാത്ര പോയത് കഴിഞ്ഞ ഡിസംബറിലാണ്, അതുകൊണ്ടാണ് ഇത്രയും പച്ചപ്പുള്ളത്. പക്ഷേ ഈ മെയ് മാസത്തിലൊക്കെ ഫുൾ ഡ്രൈ ആയിട്ടുണ്ടാവും. നമ്മളീ പോണത് ഉച്ച സമയമായതുകൊണ്ട് തന്നെ വേറെ അനിമൽ സൈറ്റിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ മസിനഗുഡി ടൗണിൽ നിന്ന് ലഞ്ചും കഴിച്ച് നേരെ റൂമിലേക്ക് പോവാണ്. നമ്മൾ മറവക്കണ്ടി വാച്ച് ടവറാണ് ഇന്ന് ബുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ടൗൺ കഴിഞ്ഞ് നേരെ ഊട്ടി റൂട്ടിൽ പോകുമ്പോൾ മറവക്കണ്ടി ബ്രിഡ്ജ് എത്തുന്നതിന് തൊട്ട് മുമ്പ് ലെഫ്റ്റിലേക്കൊരു വഴിയുണ്ട്. അതിലൂടെയാണ് നമുക്ക് പോകേണ്ടത്. ആ റൂട്ടിലൂടെ കുറച്ച് ദൂരം വരുമ്പോൾ ഡാമിൻ്റെ സൈഡിലായിട്ട് നമുക്ക് ഈ വാച്ച് ടവർ കാണാൻ പറ്റും. അപ്പോൾ അവിടേക്ക് എത്താനായിട്ട് കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ റൈറ്റിലേക്കൊരു മണ്ണ് വഴി കാണാം. അപ്പോഴും നമുക്ക് റൈറ്റ് സൈഡിൽ ദൂരെയായിട്ട് ഈ വാച്ച് ടവർ കാണാൻ പറ്റും. ഈ വഴിയിലേക്ക് കയറിയപ്പോൾ തന്നെ നമ്മൾ ആദ്യം കണ്ടത് ആനപ്പിണ്ടാണ്. പക്ഷേ ഇങ്ങനെ ഹൈറ്റ് കുറഞ്ഞ് നല്ല വിശാലമായിട്ടുള്ള കാടായതുകൊണ്ട് ആന ഈ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റും. അപ്പോൾ കാടിന് നടുക്കുള്ള ഈ മറവക്കണ്ടി വാച്ച് ടവറിലാണ് നമ്മളിന്ന് താമസിക്കാൻ പോകുന്നത്. ഇവിടെ ചെക്ക് ഇൻ ടൈം 2 മണിക്കാണ്, അതുപോലെ ചെക്ക് ഔട്ട് ചെയ്യേണ്ടത് 12 മണിക്കും. ഡാം സൈഡ് ആയതുകൊണ്ട് ഇഷ്ടം പോലെ വാട്ടർ ബേഡ്സിനെ നമുക്കിവിടെ കാണാൻ പറ്റും. ഒരു കൂട്ടം സ്റ്റോർക്കുകൾ. ആ ബ്ലാക്ക് കളറിൽ കാണുന്നതാണ് ഊളി നെക്ഡ് സ്റ്റോർക്ക് അഥവാ കന്യാസ്ത്രീക്കൊക്ക്. വൈറ്റ് കളറിൽ കാണുന്നതാണ് പെയിൻറ്റഡ് സ്റ്റോർക്ക് അഥവാ വർണ്ണക്കൊക്ക്. തമിഴ്നാട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു അക്കോമഡേഷനാണിത്. 2 റൂമാണ് ഇവിടെ ഉള്ളത്. 2 ബെഡിൻ്റെ ഒരു റൂം, 3 ബെഡിൻ്റെ ഒരു റൂം. ബുക്ക് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. 2 റൂമിലും എക്സ്ട്രാ ബെഡ് ഉണ്ട്. അപ്പോൾ മൊത്തം 7 പേർക്ക് താമസിക്കാം ഇവിടെ. അപ്പോൾ ഈ 2 ബെഡിൻ്റെ റൂം 3 പേർക്ക് കൂടി 4500 രൂപയാണ് ബുക്കിംഗ് ചാർജ്. ഫുഡൊന്നും ഇൻക്ലൂഡ് അല്ല, സ്റ്റേ മാത്രം. റൂമിൻ്റെ ചുറ്റും ചെറിയൊരു ബാൽക്കണി ഉണ്ട്. എവിടേക്ക് നോക്കിയാലും നല്ല അടിപൊളി കാടിൻ്റെ കാഴ്ചയാണ്. ഈ ജനൽ കർട്ടനൊന്ന് മാറ്റിക്കഴിഞ്ഞാൽ ബെഡിൽ കിടന്നുകൊണ്ട് തന്നെ നമുക്ക് ഡാമിൻ്റെ കാഴ്ചയും കാടിൻ്റെ കാഴ്ചയും കാണാൻ പറ്റും. അതുപോലെ ഫുൾ ടൈം കാറ്റാണ് ഇവിടെ. ഇവരാണ് നമ്മൾ നേരത്തെ കണ്ട വർണ്ണക്കൊക്ക് അഥവാ പെയിൻറ്റഡ് സ്റ്റോർക്ക്. ഇതാണ് കന്യാസ്ത്രീക്കൊക്ക് അഥവാ വൂളി നെക്ഡ് സ്റ്റോർക്ക്. ഒരുപാട് വൈൽഡ് അനിമൽസ് വെള്ളം കുടിക്കാൻ വരുന്നതാണ് ഓപ്പോസിറ്റ് സൈഡിൽ. ഫുൾ ഓപ്പൺ വ്യൂ ആയതുകൊണ്ട് എവിടെ അനിമൽസ് ഉണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ നമുക്ക് സ്പോട്ട് ചെയ്യാനും പറ്റും. വെയിൽ കുറഞ്ഞപ്പോഴേക്കും കുറച്ച് പുള്ളിമാനുകൾ ഇറങ്ങി വന്നിട്ടുണ്ട്. ഈ ഒരു ഫ്രെയിം നോക്കിയേ, സ്റ്റോർക്കുകളുടെ കൂട്ടത്തിൽ ഒരു പുള്ളിമാനും. നമ്മുടെ ഈ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യണത് ക്യാനൻ R7ലാണ്. അതിൻ്റെ കൂടെ RF 200-800mm ലെൻസാണ് നമ്മൾ യൂസ് ചെയ്യണത്. ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഏത് ക്യാമറ യൂസ് ചെയ്യണമെന്ന്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് പറഞ്ഞത്. ഇതൊരു ക്രോപ്പ് സെൻസർ ക്യാമറയാണ് കേട്ടോ. പിന്നെ ഈ ഒരു ട്രിപ്പിൽ ട്രൈപോഡ് എടുക്കാൻ മറന്നുപോയിട്ടാണ് നമ്മൾ വന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ വിഷ്വൽസും ഹാൻഡ് ഹെൽഡാണ്. ഈ ബേഡ്സിൻ്റെ വിഷ്വൽസൊക്കെ കൂടുതലും 800mm സൂം ചെയ്തെടുത്ത വിഷ്വൽസാണ്. അപ്പോൾ ഇതിൻ്റെ സ്റ്റെബിലൈസേഷനും വലിയ കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി 4 മണിക്ക് ഒരു ജീപ്പ് സഫാരി പോകാനാണ്. നമ്മൾ വരുന്ന വഴിക്ക് മസിനഗുഡി ടൗണിൽ ഒരുപാട് സഫാരി ജീപ്പുകൾ കാണാം. ടൂറിസ്റ്റുകളെ കാണുമ്പോൾ തന്നെ അവർ നമുക്ക് കോൺടാക്ട് നമ്പർ തരും. അപ്പോൾ അവരെ വിളിച്ച് ടൈം പറഞ്ഞാൽ നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്ത് വന്ന് പിക്ക് ചെയ്തോളും. പിന്നെ നമ്മൾ ഈ പോണ റൂട്ടിലൊക്കെ നമ്മുടെ സ്വന്തം വാഹനം കൊണ്ട് പോകാൻ പറ്റും കേട്ടോ. അങ്ങനെ നമ്മുടെ ഈവനിങ് സഫാരി തുടങ്ങി. മോയാർ റൂട്ടിലേക്കാണ് നമ്മൾ ആദ്യം പോണത്. നല്ല വെയിലുള്ളപ്പോൾ ഏതെങ്കിലും മരച്ചുവട്ടിൽ കൂട്ടമായിട്ട് വിശ്രമിക്കും. വെയിൽ കുറഞ്ഞു കഴിയുമ്പോൾ ഇതുപോലെ പുല്ല് തിന്നിറങ്ങും.
ഇവർ മാത്രമല്ല ഒരുവിധ എല്ലാ സസ്യബുക്കുകളായിട്ടുള്ള അനിമൽസും ഇങ്ങനെ തന്നെയാണ്. പക്ഷെ പ്രിഡേറ്റേഴ്സ് അങ്ങനെയല്ല, അവരെപ്പോൾ വേണേലും വരെ പിടിക്കാറുണ്ട്. രണ്ട് മണിക്കൂറാണ് ഈ ജീപ്പ് സഫാരി. അപ്പോൾ നമ്മൾ പോണത് 4 തുടങ്ങി 6 വരെയാണ്. ടൗണിൽ നിന്ന് ഏകദേശം 7 കിലോമീറ്റർ ഉണ്ടാവും മോയാർ ഡാമിലേക്ക്. അത്രയും തന്നെ സിംഗാര റൂട്ടിലേക്കും ഉണ്ടാവും. ചാർജ് വരണത് 1000, 1200 അങ്ങനെയൊക്കെയാണ്. അത് ഹോളിഡേയ്സിലും വീക്ക് ഡേയ്സിലും ചെറിയ വ്യത്യാസം ഉണ്ടാവും. ദേ നമ്മുടെ ജീപ്പിൻ്റെ തൊട്ട് ചേർന്ന് ഒരു ആൺമയിൽ. റോഡിലൂടെ പോണ വാഹനങ്ങളും യാത്രക്കാരെയൊക്കെ നോക്കിയിരിക്കുകയാണ് പുള്ളി. ഈ മയിലിരിക്കുന്നതിൻ്റെ കുറച്ചപ്പുറത്തെ കാടിനുള്ളിൽ ഒരു മ്ലാവും അതിൻ്റെ കുഞ്ഞുണ്ട്. നമ്മൾ ഈവനിങ് സമയത്ത് കാട്ടിലൂടെ യാത്ര ചെയ്യുന്നത് 2 ഉദ്ദേശത്തോടെയാണ്. മെയിനായിട്ട് അനിമൽ സൈറ്റിങ്, പിന്നെ ഈ ഗോൾഡൻ ലൈറ്റിൽ കാട് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. അപ്പോൾ പിന്നെ ആ ഗോൾഡൻ ലൈറ്റിൽ അനിമൽസിനെ കൂടി കാണാൻ പറ്റിയാലോ, അതിൻ്റെ ഭംഗി ഒന്നുകൂടി ഗംഭീരമായിരിക്കില്ലേ. അങ്ങനെ നമ്മൾ മോയാർ ഡാം എത്തുന്നതിന് തൊട്ട് മുമ്പ് ലെഫ്റ്റ് തിരിഞ്ഞ് ഒരു കനാലിൻ്റെ സൈഡിലേക്ക് എത്തി. ചില സമയങ്ങളിൽ ഈ കനാലിൻ്റെ സൈഡിൽ ആന വെള്ളം കുടിക്കാൻ വരാറുണ്ട്. ആന മാത്രമല്ല, കടുവയുടെ സൈറ്റിങ് കിട്ടിയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഇതാണ് മോയാർ ഡാം. ചെറിയൊരു തടയണ പോലെയുള്ള സെറ്റപ്പ്. ഇവിടെയാണ് നമുക്ക് വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങി കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. വേറെ കാണാനൊന്നും പ്രത്യേകിച്ച് ഇവിടെ ഇല്ല. ഇവിടെ നിന്നൊരു ചായ കുടിച്ച് തിരിച്ചു പോകും. നമുക്ക് ചായ മാത്രമാണ് കിട്ടിയുള്ളൂ. ബിസ്ക്കറ്റ് കഴിച്ചത് ഇവരാണ് കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് തിരിച്ചു വരുന്ന വഴിക്ക് നമ്മുടെ ജീപ്പിൻ്റെ തൊട്ട് മുന്നിൽ ദേ ഒരു പുള്ളിമാൻ റോഡ് ക്രോസ് ചെയ്യുന്ന കാഴ്ച. നമ്മൾ തിരിച്ചു വരുന്ന വഴിക്കാണ് ഏറ്റവും കൂടുതൽ അനിമൽസിനെ കാണാൻ പറ്റിയത്. ഈ ഒരു വൈൽഡ് ഗവർണർ കണ്ടോ, ഇവരുടെ വലിയൊരു കൂട്ടം തന്നെ ഉണ്ടായിരുന്നു ഇവിടെ. നമ്മളെത്തുന്നതിന് തൊട്ട് മുമ്പാണ് ബാക്കിയുള്ളതൊക്കെ കാട്ടിലേക്ക് കയറിയത്. മോയാറിലേക്ക് പോകുന്ന റോഡിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് മറവക്കണ്ടി ഡാം. അപ്പോൾ ആ ഒരു വെള്ളത്തിൻ്റെ ലഭ്യത ഉള്ളത് കൊണ്ടാണ് ഈ റൂട്ടിൽ ഏറ്റവും കൂടുതൽ അനിമൽ സൈറ്റിങ് കിട്ടുന്നത്, പ്രത്യേകിച്ച് ഈവനിങ് ടൈമിൽ. ഇതേ ഒരു കൂട്ടം കാട്ടുപന്നികളാണ് ആ കാടിനകത്ത്. ഇവരെ പിന്നെ നമുക്ക് മസനഗുഡി ടൗണിൻ്റെ പരിസരത്തും കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഡാം ഇവിടെ ഉള്ളത് കൊണ്ട് വേനൽക്കാലത്ത് ഈ റൂട്ടിൽ ഒരുപാട് വന്യമൃഗങ്ങൾ റോഡ് ക്രോസ് ചെയ്യുന്ന കാഴ്ച കാണാൻ പറ്റും. പ്രത്യേകിച്ച് ആനകൾ വെള്ളത്തിൻ്റെ പരിസരത്ത് തന്നെ ഉണ്ടാവും. ആ ടൈമിൽ കാടിന് പച്ചപ്പിൻ്റെ ഒരു അംശം പോലും ഉണ്ടാവില്ല, മൊത്തം ഡ്രൈ ആയിട്ടുണ്ടാവും. അതായത് ഏപ്രിൽ മെയ് മാസങ്ങളിൽ. അങ്ങനെ മോയാർ റൂട്ടിൽ നിന്ന് തിരിച്ച് മസനഗുഡി ടൗണിലെത്തി. അവിടെ നിന്ന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് നമ്മളിനി അടുത്തത് പോകുന്നത്. അതാണ് സിംഗാര റൂട്ട്. അപ്പോൾ നമ്മൾ ഈ റൂട്ടിൽ പോണത് വൈൽഡ് ലൈഫ് കാഴ്ചകൾ ആസ്വദിക്കാനാണെങ്കിലും ഈ റൂട്ട് ചെന്നെത്തുന്നത് ഏഷ്യയിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള ഭൂഗർഭ പവർ ഹൗസുകളിൽ ഒന്നിലേക്കാണ്. ഇവിടെയാണ് പൈക്കാര മൈക്രോ ഹൈഡ്രോ ഇലക്ട്രിക് പവർ ഹൗസ്. പക്ഷേ സുരക്ഷയുടെ ഭാഗമായിട്ട് പബ്ലിക്കിന് അലൗഡ് അല്ല അതിനകത്തേക്ക്. ഈ റൂട്ടിൽ നമുക്ക് കാടിൻ്റെ കാഴ്ച മാത്രമല്ല കേട്ടോ, കുറച്ച് കോഫി എസ്റ്റേറ്റും കാണാൻ പറ്റും. മൊത്തത്തിൽ ഈ റൂട്ടിൽ നമുക്ക് വൈൽഡ് ലൈഫ് കാഴ്ച ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ എത്തിയപ്പോൾ പുള്ളിമാൻ്റെ അലാങ്കോൾ ഉണ്ടായിരുന്നു. കുറച്ച് നേരം വെയിറ്റ് ചെയ്തെങ്കിലും പ്രിഡേറ്റേഴ്സിൻ്റെ മൂവ്മെൻ്റ് ഒന്നും കിട്ടിയില്ല. അങ്ങനെ 6:30 ആയപ്പോഴേക്കും നമ്മൾ റൂമിലേക്ക് തിരിച്ചെത്തി. റൂമിലെത്തിയപ്പോൾ തന്നെ ദേ ഓപ്പോസിറ്റ് സൈഡിലൊരു കൊമ്പൻ. കുറച്ച് നേരം തുമ്പിക്കൈ കൊമ്പിൽ തൂക്കിയിട്ട് അങ്ങനെ അനങ്ങാതെ നിന്നു. പിന്നെ പതുക്കെ ഡാമിലേക്ക് ഇറങ്ങി. പക്ഷെ അപ്പോഴേക്ക് ഇരുട്ടായി. ഹെവി ഇലക്ട്രിക് ഫെൻസിങ് ആണ് നമ്മുടെ ഈ സ്റ്റേക്ക് ചുറ്റും. അതുകൊണ്ട് തന്നെ സേഫായിട്ട് ഇതുപോലുള്ള കാഴ്ചകൾ ആസ്വദിക്കാം.
രാത്രി 8 മണി വരെ സമയമുണ്ട് നമുക്ക് പുറത്ത് പോയി ഫുഡ് കഴിക്കാൻ. പക്ഷെ നമ്മൾ സഫാരി കഴിഞ്ഞ് വരുന്ന വഴിക്ക് ഫുഡ് വാങ്ങിക്കൊണ്ട് വന്നായിരുന്നു. അതിരാവിലത്തെ ഒരു ആംബിയൻസ് നോക്കിയേ. ഡിസംബർ മാസം ആയതുകൊണ്ട് ഇവിടുത്തെ മോർണിംഗ് ആംബിയൻസ് ഒരു ഭയങ്കര ഫീൽ തരുന്ന കാഴ്ചയായിരുന്നു. ഒന്ന് കണ്ടു നോക്കിയേ. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? മുൻവശത്ത് മാത്രമല്ല, നമ്മൾ വരുന്ന ബാക്ക് വശത്താണെങ്കിലും ഇഷ്ടം പോലെ കാഴ്ചകളാണ്. ഇത് അക്കോമഡേഷൻ ആക്കുന്നതിന് മുമ്പ് ബേഡിങ്ങിനുള്ള വാച്ച് ടവറായിരുന്നു. വാച്ച് ടവറിന് ചുറ്റും മോർണിംഗ് കാഴ്ച ആസ്വദിച്ച് നടക്കുമ്പോഴാണ് അടുത്തത് ദേ ഇങ്ങനൊരു കാഴ്ച. ഒരു മ്ലാവ് ഈ ഡാം ക്രോസ് ചെയ്യുന്നു. ആദ്യമൊക്കെ നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു കണ്ടിരിക്കാൻ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇത് ചെളിയിൽ താഴ്ന്നു പോകുമെന്ന് തോന്നിപ്പോയി. പിന്നെ ഇത് അക്കരെ എത്തുന്നത് വരെ ടെൻഷനായിരുന്നു. ഹോ, അങ്ങനെ ഒരു വിധത്തിൽ അക്കരെ എത്തിയ ആൾ. രാവിലെ ആയിപ്പോൾ ഇതിലെ വെള്ളം നോക്കി ഒരുപാട് കുറഞ്ഞുപോയി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഒരു ദിവസം ഇവിടെ സ്റ്റേ ചെയ്തപ്പോൾ കണ്ട കാഴ്ചകൾ. ധൈര്യമായിട്ട് കുട്ടികളെയൊക്കെ കൊണ്ടുവന്ന് ഈ കാഴ്ചകളൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ഫാമിലി സ്റ്റേ ആണിത്. മെയിനായിട്ട് 2 ഫെൻസിങ് ആണ് ഇതിന് ചുറ്റും. അതുകൊണ്ട് തന്നെ ഒരു ടെൻഷനും കൂടാതെ കാടിൻ്റെ കാഴ്ച ആസ്വദിച്ചിരിക്കാൻ പറ്റും നമുക്ക്. അതുപോലെ തന്നെ നമ്മുടെ വാഹനവും സേഫായിട്ട് ഫെൻസിങ്ങിനുള്ളിൽ തന്നെ പാർക്ക് ചെയ്യാം. പിന്നെ ഡിന്നർ നമ്മൾ ഇന്നലെ ചെയ്തതുപോലെ ഇരുട്ടുന്നതിന് മുമ്പേ തന്നെ പാർസൽ വാങ്ങിക്കൊണ്ട് വരുവാണെങ്കിൽ രാത്രി പിന്നെ ഫെൻസിങ്ങിന് പുറത്തേക്ക് പോകേണ്ട ആവശ്യം വരുന്നില്ല. ദേ നമ്മൾ ഇന്നലെ കണ്ട കൊമ്പൻ. അവൻ ഇന്നലെ രാത്രി ഡാം ക്രോസ് ചെയ്ത് നമ്മുടെ സ്റ്റേയുടെ സൈഡിലെത്തി. മസിനഗുഡി ശരിക്കും ഒരു എലഫൻറ്റ് കോറിഡോർ എന്നറിയപ്പെടാറുണ്ട്. അതായത് വയനാട്, ബന്ദിപ്പൂര്, മുതുമല, നാഗർഹോളെ ഈ 4 വനങ്ങളെയും ബന്ധിപ്പിക്കുന്ന ആനകളുടെ ഒരു സഞ്ചാരപാതയാണ് ഈ മസിനഗുഡി. അതുകൊണ്ട് തന്നെ മിക്കപ്പോഴും കാട്ടാനകളുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടാവും. കൊമ്പൻ്റെ തൊട്ടടുത്ത് തന്നെ അതേ ഒരു കൂട്ടം പുള്ളിമാനുകളും. അങ്ങനെ നമ്മളിവിടുന്ന് 10 മണിയായപ്പോഴേക്കും ചെക്കൗട്ട് ചെയ്തു. അതിരാവിലെ ഇവിടുന്ന് ബൊക്കാപുരം ടെമ്പിൾ വരെ ഒരു റൈഡ് പോകാനായിരുന്നു പ്ലാൻ. പക്ഷേ ഇവിടുത്തെ മോർണിംഗ് കാഴ്ച കണ്ടപ്പോൾ പിന്നെ വേറെ എങ്ങും പോകാൻ തോന്നിയില്ല. അപ്പോൾ ബൊക്കാപുരത്തേക്ക് പോകാനായിട്ട് നമ്മൾ വീണ്ടും ഊട്ടി റൂട്ടിലേക്ക് തിരിഞ്ഞ് മറവക്കണ്ടി ബ്രിഡ്ജ് ക്രോസ് ചെയ്യുമ്പോൾ തന്നെ റൈറ്റിലേക്കൊരു വഴിയുണ്ട്. ഈ പാലത്തിൻ്റെ അവിടെ നിന്നാൽ നമുക്ക് ദൂരെയായിട്ട് വാച്ച് ടവർ കാണാൻ പറ്റും. മോയാറ് പോലെ തന്നെ മസിനഗുഡിയിലെ ഒരു സബ് വില്ലേജ് തന്നെയാണ് ബൊക്കാപുരം. നീലഗിരി മലനിരകളുടെ താഴ്വാരത്തിലായിട്ടാണ് ഈ മനോഹരമായിട്ടുള്ളൊരു സ്ഥലം. ഈ റൂട്ടിലും നമുക്ക് ഒരുപാട് വന്യമൃഗങ്ങളെ കാണാൻ സാധിക്കാറുണ്ട്. ആ കാണുന്നതാണ് ബൊക്കാപുരം മാരിയമ്മൻ ടെമ്പിൾ, ഈ പ്രദേശത്തെ ഏറ്റവും പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രം.
ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലാണ് ഇവിടുത്തെ ഉത്സവം. ആ ടൈമിൽ ഇവിടേക്ക് കേരള, തമിഴ്നാട്, കർണാടക എന്നിവിടങ്ങളിൽ നിന്നൊക്കെ ആളുകൾ എത്താറുണ്ട്. പിന്നെ മസിനഗുഡിയിലെ നമ്പർ 1 വൈൽഡ് റിസോർട്ടും ഇവിടെ തന്നെയാണ്, ജംഗിൾ ഹട്ട്. ഈ ക്ഷേത്രത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നതാണ് വിഭൂതിമല. സഫാരി ജീപ്പിൽ മാത്രമേ നമുക്ക് അവിടേക്ക് പോകാൻ പറ്റുള്ളൂ. ഓഫ് റോഡ് സഫാരി ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു അനുഭവം തന്നെയായിരിക്കും അത്. അപ്പോൾ വിഭൂതിമലയുടെ കാഴ്ചകളും ജംഗിൾ ഹട്ടിൻ്റെ കാഴ്ചകളും നമ്മുടെ ഈ ചാനലിലുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുപോലെ തന്നെ വാച്ച് ടവർ ബുക്ക് ചെയ്യാനുള്ള ലിങ്കും. അപ്പോൾ ഇനി നമ്മുടെ അടുത്ത വീഡിയോ മറ്റൊരു സ്ഥലം. ഓക്കെ, ബൈ.